തുഫാൻ മുൻപോട്ട് പോകുമ്പോൾ അതിനെതിരെയാണോ സതീശന്റെ നയം എന്ന ചോദ്യത്തിന് ഞാൻ വലിയ അർത്ഥം കാണുന്നില്ല. പിന്നെ മദ്യം ഈ മയക്കുമരുന്നുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നത് വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്. മദ്യം വ്യാപകമായി കിട്ടിയാൽ മയക്കുമരുന്ന് കുറയും എന്ന അർത്ഥത്തിലാണ് അതാണ് പിണറായി സർക്കാർ ബാറുകളുടെ എണ്ണം ഇഷ്ടം പോലെ കൂട്ടാൻ തീരുമാനിച്ചതും എല്ലാവർക്കും ബാർ കൊടുത്തതും പ്രവർത്തന സമയം കൂട്ടിയതും. പക്ഷെ അതുകൊണ്ട് മയക്കുമരുന്നിന്റെ ഒന്നും കൈവരും കുറവൊന്നും ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും വീര്യം കുറഞ്ഞ മദ്യം കൊടുത്താൽ ആളുകൾ വീര്യം കൂടിയ മദ്യത്തിലേക്ക് പോകാതിരിക്കും, മയക്കുമരുന്നിലേക്ക് പോകാതിരിക്കും എന്ന വാദവും എനിക്ക് വലിയ അത്ഭുതമില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ തൂഫാനും വീര്യം കുറഞ്ഞ മദ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. ഓപ്പറേഷൻ തൂഫാൻ കൃത്യമായും മയക്കുമരുന്നുകളെ ലാക്കാക്കിയുള്ള ഒരു പ്രോജക്റ്റാണ്. അത് അങ്ങനെ തന്നെ നിൽക്കണം. അത് മദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം മദ്യം കുറഞ്ഞാൽ അത് കൂടുന്നു, കുറഞ്ഞാൽ കൂടുന്നു, ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അത് വലിയൊരു റാക്കറ്റാണ്. അത് എത്രത്തോളം ആഴത്തിലേക്ക് പോകാൻ തൂഫാന് കഴിയും എന്ന വലിയൊരു ചോദ്യമുണ്ട്. കേരളത്തിന്റെ പരിമിതിയുണ്ട്, കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഏജൻസികളുണ്ട്, നമ്മുടെ പോർട്ടലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അസംബ്ലിയിൽ ഫാത്തിമ തഹ്ലിയാണെന്ന് തോന്നുന്നു ആ ചോദ്യം ഉന്നയിച്ചത്. കേരളത്തിന് പുറത്തുനിന്ന്, അതോ ഏതോ ഒരു മെമ്പർ കേരളത്തിന് പുറത്തുനിന്ന് ഇത് കൊണ്ടുവരുന്നതിന് നമ്മളെങ്ങനെ തടയും? അതിനാണ് ഓപ്പറേഷൻ തുഫാൻ. നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസികളും കോസ്റ്റ് ഗാർഡും കസ്റ്റംസും അതുപോലെ നർക്കോട്ടിക് മറ്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു നെറ്റ്വർക്ക് കേരളത്തെ രക്ഷിക്കാൻ വേണം. ഇപ്പോൾ എക്സൈസിൽ തന്നെ വേണ്ടത്ര സ്റ്റാഫില്ല, അല്ലെങ്കിൽ പോലീസിൽ തന്നെ ഇതിന് വേണ്ടത്ര സ്റ്റാഫില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട്. അതൊക്കെ പരിഗണിക്കേണ്ടി വരും. എന്തായാലും ഓപ്പറേഷൻ തുഫാൻ നമ്മുടെ നാട്ടിൽ ഒരു ആവേശം ഉയർത്തിവിട്ടിട്ടുണ്ട്, ഒരു തർക്കമില്ല. ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തതുപോലെ സ്ത്രീകളുടെ ഇടയിലും സാധാരണ മനുഷ്യരുടെ ഇടയിലും വലിയ തോതിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നു എന്നൊരു തിങ്കിങ്, ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതൊരു ഭീതിയുണ്ട്. പക്ഷെ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഉറവിടത്തിൽ നിന്ന് ഇത് കേരളത്തിലേക്ക് കടന്നു വരാതെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന, കേരളത്തിൽ കഞ്ചാവ് പുറത്തേക്ക് കടത്തുന്നുണ്ട്, കേരളത്തിൽ കഞ്ചാവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ പലതരം ആരോപണങ്ങളുണ്ട്. യുവാക്കളുടെ ഇടയിൽ വലിയ തോതിൽ വരുന്നു, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതുപോലെയുള്ള ചില ആളുകളുടെ വിഷയങ്ങൾ വരുന്നു. അതിലൊക്കെ കർശനമായി നിലപാടെടുക്കും. പക്ഷെ മദ്യം ഇത് ചെറുകിട വീര്യം കുറഞ്ഞ മദ്യം വരുന്നത് കൊണ്ട് അത് തുഫാൻ ഏതെങ്കിലും ദോഷകരമായി ബാധിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ ഇത് കിട്ടാണ്ടാവുമ്പോൾ ആളുകൾ വീര്യം കുറഞ്ഞ മദ്യം മേടിച്ച് കുടിക്കുമെന്ന് എനിക്കറിയില്ല. തുഫാൻ ഇത്തിരി അപകടകരമാണ്, ഈ മയക്കുമരുന്ന് അപകടകരമാണ് എന്ന് പറഞ്ഞ് മേടിച്ച് കുടിക്കുമെന്നറിയില്ല. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം, നേരത്തെ ചോദിച്ചതുപോലെ ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിതരണം ചെയ്യാമെന്ന് LDF തീരുമാനിച്ചത് ഉദയഭാനു കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. വീര്യം കുറഞ്ഞ മദ്യം വന്നാൽ വീര്യം കൂടിയ മദ്യത്തിലേക്ക് പോകുന്ന ആളുകൾ ഇല്ലാതാവും എന്ന ഉദയഭാനു കമ്മീഷന്റെ കണ്ടെത്തൽ, അതാണ് അവരെ അതിലേക്ക് നയിച്ചത്. ഇപ്പൊ അവരെന്തൊക്കെ പറഞ്ഞാലും അതിനുള്ള ചട്ടം അവരുണ്ടാക്കി. ചട്ടം ഉണ്ടാക്കുമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യവും വീര്യം കൂടിയ മദ്യവും ഒരേ ലെവലിലാണെങ്കിൽ പിന്നെ അതിന് ചട്ടം വേറെ വേണ്ട. അപ്പൊ ചട്ടം അതിന് വേറെ ഉണ്ടാക്കി. സതീശൻ അതിന് നികുതി വേറെ വെച്ചു, നികുതി നിർദ്ദേശം വെച്ചു. അത് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ UDF തീരുമാനിച്ചാൽ വേണ്ടാന്ന് വെക്കും. നികുതി ഘടന പൂർണ്ണമായും ധനമന്ത്രിയുടെ പ്രൊറോഗേറ്റീവാണ്. ധനമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്, അത് ആരും അറിയിക്കേണ്ട. അതുകൊണ്ട് ചെന്നിത്തലയും പറഞ്ഞു, ഞങ്ങളത് അറിഞ്ഞോളൊന്നൊന്നുമില്ല, കാരണം അത് അറിയില്ല. ഇതാണ് അത് നിൽക്കട്ടെ. ഇപ്പൊ VM സുധീരനുമായി ബന്ധപ്പെട്ട പ്രശ്നം, രണ്ട് വിഷയങ്ങളിൽ VM സുധീരൻ ശക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. രണ്ടും സുധീരന്റെ പഴയ നിലപാടാണ്. ഒന്ന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട്, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് എന്താണ് സർക്കാരിന്റെ പരിപാടി എന്ന് വ്യക്തമാക്കണം. അത് സ്വകാര്യവൽക്കരിക്കുന്നുണ്ടോ, ആളുകൾക്ക് കൊടുക്കുന്നുണ്ടോ? സ്വകാര്യവൽക്കരിക്കില്ല, ഇനി പൊതുമേഖലയിലാണെങ്കിൽ പോലും ആലപ്പുഴ ഒരു മേഖലയിൽ ഖനനം നടത്താമോ? അതിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സുധീരൻ ഉന്നയിക്കുന്നുണ്ട്. സുധീരൻ വളരെ കാലമായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളൊക്കെ ആ സമരത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിൽ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്, കൃത്യമായി പറയണം. മദ്യത്തിന്റെ കാര്യത്തിലും സുധീരന് മുമ്പേ നിലപാടുണ്ട്. മദ്യം വ്യാപിപ്പിക്കുന്നതിനെതിരായി ഒരു നിലപാടാണ്. കൂടുതൽ ആളുകൾ മദ്യത്തിലേക്ക് പോകുന്നു. ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് വലിയ വിവാദമായതാണ്. കുറെ ബാറുകൾ, നിലവാരം കുറഞ്ഞ ബാറുകൾ അടച്ചുപൂട്ടണം എന്ന ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അതിന് ഉമ്മൻചാണ്ടി തയ്യാറാവാതിരിക്കുകയും അവസാനം സമ്മർദ്ദമേറി വന്നപ്പോൾ, അന്ന് KPC പ്രസിഡന്റാണ്, സമ്മർദ്ദമേറി വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് എല്ലാ ബാറുകളും പൂട്ടേണ്ടി വരികയും ചെയ്തു.
അത് ശാസ്ത്രീയമായ ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും അന്ന് അത് പൂട്ടി. 2016 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അത് പൂട്ടിയത്. അതൊരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കി ഇവിടെ, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. സുധീരൻ എപ്പോഴും ഒരു കടുത്ത നിലപാടുകാരനാണ്. പക്ഷെ അന്ന് KPCC പ്രസിഡന്റാണ് സുധീരൻ. ഇന്ന് സുധീരൻ ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. ഈ വ്യത്യാസം വളരെ ക്ലിയറാണ്. ഒന്ന്, ഇതിനെ എങ്ങനെ കാണണം, മദ്യത്തിന്റെ കാര്യത്തിൽ അതെങ്ങനെ കാണണമെന്ന് സുധീരന് പറയുന്നത് മാത്രമായിരിക്കണമെന്നില്ല UDF കമ്മിറ്റി തീരുമാനിക്കുന്നത്. UDF മുസ്ലിം ലീഗ് ഉണ്ട്, അവരും പൊതുവെ മദ്യത്തിനെതിരാണെന്ന് പറയുന്നുണ്ട്. UDF പിന്താങ്ങുന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, ക്രിസ്തീയ സഭകൾ വലിയ തോതിൽ ഇതിനെതിരാണെന്ന് പറയുന്നു. അവരെങ്ങനെയൊക്കെ ഇത് കോംപ്രമൈസ് ചെയ്യുന്നറിയില്ല. പക്ഷെ ചട്ടമുണ്ടാക്കിയപ്പോൾ ബഹളമുണ്ടാക്കാത്തവർ, 800 ബാർ വന്നപ്പോൾ ബഹളമുണ്ടാക്കാത്തവർ, ഇപ്പോൾ നികുതി ഏർപ്പെടുത്തിയപ്പോൾ ബഹളമുണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ള ചോദ്യമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ഒരു ആഭ്യന്തര പ്രതിപക്ഷം എന്ന നിലയിൽ സുധീരന്റെ നിലപാടുകൾ സ്വാഗതാർഹമാണ്. പക്ഷേ ഒരു ഭരണത്തിനാകെ ക്രൈസിസ് ഉണ്ടാക്കുന്ന തരത്തിലല്ല അത് വരേണ്ടത്. അത് വേണമെങ്കിൽ UDF ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. UDF ചർച്ച ചെയ്യട്ടെ, UDF അത് വരട്ടെ. UDF വരുമ്പോൾ സുധീരന് ഒരു മാന്യമായ സ്ഥാനമുണ്ടല്ലോ. മാത്രമല്ല സതീശൻ മുഖ്യമന്ത്രി ആവണം എന്ന് ഹൈക്കമാൻഡ് എടുത്ത് തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആളാണ് സുധീരൻ. മുഖ്യമന്ത്രി സതീശൻ ആദ്യം കണ്ട ആളാണ് സുധീരൻ. അങ്ങന്റെ ജ്യേഷ്ഠനാണ്. ഏത് അർത്ഥത്തിലും അങ്ങേക്ക് എന്നെ വിമർശിക്കാനും ശാസിക്കാനും അവകാശമുണ്ട്, സതീശൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിക്കട്ടെ. പക്ഷെ അത് എത്രത്തോളം ഒരു വിനാശകരമായ തരത്തിലാകുമോ എന്ന് സുധീരൻ തന്നെ, അദ്ദേഹം രാഷ്ട്രീയം അറിയാത്ത ആളല്ല, അത് വിനാശകരമായ രൂപത്തിൽ അദ്ദേഹം പോവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം തന്നെ നിർദ്ദേശിച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിന്റെ ജനവികാരം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തീർച്ചയായും UDF ചർച്ച ചെയ്യട്ടെ. UDF സതീശന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചിട്ടേ തീരുമാനമെടുക്കൂ എന്നാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെ പോകാനേ പറ്റൂ. അത് ഒരു പരിധി വിട്ട് സതീശന് സുധീരന് ഇപ്പൊ പോകാൻ പറ്റില്ല സതീശന്റെ മേൽ. കാരണം അദ്ദേഹം ഇപ്പൊ KPCC പ്രസിഡന്റ് അല്ല എന്നുള്ളതുമാണ്.